ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സെബീസ് വേൾഡ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നെയിം ഈറ്റിംഗ് ചാലഞ്ചാണ്. അപ്പോൾ ആദ്യം നമുക്ക് അമ്മയ്ക്ക് ചാലഞ്ച് ചെയ്യാൻ കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് നെയിം ഈറ്റിംഗ് ചലഞ്ചാണ് ചെയ്യുന്നത്. അതിനായിട്ട് സെബി പറഞ്ഞ് ആദ്യം ഞാൻ ചെയ്യണമെന്ന്. അപ്പം ഞാൻ ആദ്യം ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിനായിട്ട് ഞങ്ങൾ എടുത്തിരിക്കുന്നത് ഞങ്ങളുടെ സ്വന്തം പേര് തന്നെയാണ്. ഞാനപ്പം എൻ്റെ പേരായ സെലിൻ എന്നുള്ള പേര് വെച്ചിട്ട് നെയിം ഈറ്റിംഗ് ചലഞ്ച് തുടങ്ങാൻ പോകും. അപ്പോൾ നമുക്ക് എൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം സി ആണ്. അപ്പോൾ സിയിൽ തുടങ്ങുന്ന ഒരു കോക്കനട്ട് ക്യാൻഡിയാണിത്. നമുക്ക് ഇതിൽ തന്നെ ആദ്യം തുടങ്ങാം. അടുത്തതായിട്ട് ഞാൻ ഏലാദിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ ഫ്രണ്ട്സ്. എൻ്റെ കയ്യിൽ നിന്ന് മറ്റേ മിഠായി ചെവി കൂടെ അടിച്ചുകൊണ്ട് പോയി, കോക്കനട്ട് ക്യാൻഡി. അപ്പോൾ ഇത് വേണമെന്ന് വെച്ചാൽ പാടുന്നു വേണ്ട, കഴിക്കട്ടെ. വാഴ ഇല്ലാതെ കിടക്കുന്നു കഴിക്കാനായിട്ട്. അടുത്തത് എൽ അക്ഷരമാണ്. അപ്പോൾ നമുക്ക് എല്ലിന് ഞാനിവിടെ എടുത്തിരിക്കുന്ന ലേസാണ്. അപ്പോൾ നമുക്ക് ഈ ലേസ് കഴിക്കാം. കൊള്ളാം. ഗൈസ്, എൻ്റെ കയ്യിൽ നടിച്ചുകൊണ്ടുപോയി ഗൈസ്. ഫ്രണ്ട്സ്, നമുക്കിനി അടുത്തത് ഐ ആണ്. അപ്പം ഐക്ക് നമ്മൾ എടുത്തിരിക്കുന്നത് ഐസ്ക്രീമാണ്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. മോണക്കില്ല. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കിനി അടുത്തതായിട്ട് എടുത്തിരിക്കുന്ന അക്ഷരം എൻ ആണ്. അപ്പോൾ എന്നിനായി നമ്മൾ എടുത്തിരിക്കുന്നത് നമാട്ടിയുടെ ബേഫറാണ്. നമുക്കിനി ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഫ്രണ്ട്സ്, ഇനി നമുക്ക് വേണ്ടുന്ന അടുത്ത അക്ഷരം ഇ ആണ്. അപ്പോൾ ഈക്കായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് എലൈറ്റിൻ്റെ കേക്കാണ്. നമുക്കിനി ഇത് ടേസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ പേരായ സെലിൻ്റെ നെയിം ഈറ്റിംഗ് ചലഞ്ച് ഞാനങ്ങനെ വിജയകരമായിട്ട് പൂർത്തിയാക്കിയിരിക്കുന്നു. ഇനി അടുത്തതായിട്ട് നമ്മുടെ സെബിക്കുട്ടൻ്റെ ചാൻസാണ്. അപ്പം നമുക്ക് സെബിക്കുട്ടൻ്റെ വിളിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് എൻ്റെ പേരായ സെബാസ്റ്റ്യൻ എന്നുള്ള നെയിം വെച്ചിട്ടുള്ള ഒരു നെയിം ഈറ്റിംഗ് ചാലഞ്ചാണ്. എൻ്റെ പേരിൻ്റെ സ്പെല്ലിംഗ് ആയ എസ്സിൽ നമുക്ക് തുടങ്ങാം. അപ്പോൾ എൻ്റെ പേരിൻ്റെ ആദ്യമത്തെ സ്പെല്ലിംഗ് ആയ എസ്സിൻ്റെ സോന പപ്പടിയാണ് നമ്മളിപ്പോൾ മേടിച്ചിരിക്കുന്നത്. നമുക്ക് പൊട്ടിച്ച് വെച്ച് നോക്കാം. അടുത്തെടുത്തിരിക്കുന്നത് എലൈറ്റിൻ്റെ കേക്കാണ്. അടുത്തെടുത്തിരിക്കുന്നത് എൻ്റെ പേരിൻ്റെ ബി ആയ ബൗൺസ് ആണ്. അടുത്തെടുത്തിരിക്കുന്നത് എൻ്റെ പേരിൻ്റെ എ ആയ അപ്പി ഫിസ് ആണ്. നമ്മൾ വീണ്ടും സോന പപ്പടിയാൻ എടുത്തിരിക്കുകയാണ്. അടുത്തെടുത്തിരിക്കുന്ന ട്രീറ്റാണ്. അടുത്തെടുത്തിരിക്കുന്നത് ഐസ്ക്രീമാണ്. ഗ്ലാസ്
അടുത്തായി വന്നിരിക്കുന്നത് ഏതാണ്? അപ്പൊ അപ്പി ഫീസ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ ലാസ്റ്റ് ആയിട്ട് എടുത്തിരിക്കുന്നത് എന്നിന്റെ നട്ട്സ് ആണ്. എന്റെ പേരിന്റെ സ്പെല്ലിംഗ് എല്ലാം ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും ഞങ്ങളുടെ ഈ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങൾ ഇതുപോലെ ചെയ്ത് കാണാൻ താല്പര്യമുള്ള പേരുകൾ നിങ്ങൾ പറയുകയാണെങ്കിൽ തുടർന്നുള്ള ഞങ്ങളുടെ വീഡിയോയിൽ ഞങ്ങളത് തീർച്ചയായിട്ടും ചെയ്ത് കാണിക്കുന്നതായിരിക്കും.